ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചോറ് വെച്ചിട്ടൊരു ഈവനിങ് സ്നാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് പച്ചരിയോ പുഴുങ്ങലരിയോ ഏതാണോ നമ്മൾ വീട്ടിൽ വെക്കുന്നത് ആ ചോറ് നമുക്ക് എടുക്കാം. ഇത് നമുക്ക് ആദ്യം തന്നെ അരച്ചെടുക്കണം. ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ ചോറ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് അരച്ചെടുക്കാം. അഥവാ നമുക്കത് അരയ്ക്കുമ്പോൾ ഒരുപാട് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് അരയ്ക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിരുന്നു. കുറച്ച് കട്ടിയായത് കാരണം ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടാണ് അരച്ചത്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലോട്ട് 1/2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്രയാണോ ചോറ് എടുക്കുന്നത് അതിൻ്റെ പകുതി ഭാഗം കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഓപ്ഷണൽ ആട്ടോ, നമുക്ക് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, അതല്ലെങ്കിൽ ഒഴിവാക്കാം. ചേർത്താൽ നല്ലതാണ്. ഇനി നമുക്കിതിലോട്ട് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 മീഡിയം സൈസ് സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അതും കൂടി ചേർത്ത് കൊടുക്കാം. സവാള എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റി ആയിരിക്കും ഇത്. ഇതിലേക്ക് നമുക്ക് ഒരല്പം മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ പെരുങ്കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ് ചേർത്തിരിക്കുന്നത്. ജീരകം ഓപ്ഷണലാണ്, ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. ചേർത്താൽ നല്ല ഫ്ലേവർ ആയിരിക്കും. പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് നോക്കി ചേർക്കുക. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കി ചേർക്കണം. പലരും ചോറ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചോറായത് കൊണ്ട് തന്നെ കുറച്ച് ഒട്ടിപ്പിടിക്കും. നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അഥവാ ഇത് ഒരുപാട് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് തെളിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെയാണിത് മിക്സ് ചെയ്തെടുത്തത്. നമുക്ക് ഒരുപാട് കട്ടിയായിട്ട് തോന്നിയാൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാം. കൈ ഒന്ന് നനച്ചതിന് ശേഷം മാവ് ഇതേപോലെ കുറേശ്ശെ കയ്യിലെടുത്തിട്ട് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. സ്പൂൺ വെച്ചിട്ടും നമുക്ക് ഇതേപോലെ കുറച്ച് മാവെടുത്ത് ഇടാം. കയ്യിലായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ള മാവ് കൊണ്ടും ഇതേ രീതിയിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാം. വളരെ സിമ്പിളാണിത്. നമുക്കൊരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ചോറ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നമുക്ക് ഇതേപോലെ ഇങ്ങനത്തെ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. അതേപോലെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. പിന്നെ വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. താങ്ക് യു.